മണ്ഡലകാലത്തെ ആഘോഷങ്ങൾ തുടരുന്നതിനിടെ ഇന്ന് ധനുമാസം 1-ാം തീയതിയാണ്. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. 97,074 ഭക്തർ ഇന്നലെ ദർശനം നടത്തി. ഡിസംബർ അവസാന വാരത്തോടെ തിരക്ക് വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. കാനനപാതയിലൂടെയും മുൻവർഷത്തേക്കാൾ കൂടുതൽ ഭക്തർ ഇത്തവണ എത്തുന്നുണ്ട്. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് മിഥുൻ മുരളി ഒപ്പം ചേരുന്നുണ്ട്. മിഥുൻ, സ്വാമി ശരണം. നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് ഒരു പ്രത്യേകതയുണ്ടല്ലോ സന്നിധാനത്ത്. കൃഷ്ണരാജ്, സ്വാമി ശരണം. വൃശ്ചികം ഒരു മാസം പൂർത്തിയായിരിക്കുന്നു. മണ്ഡലകാലത്തിന്റെ ആദ്യ മാസം പൂർത്തിയായിരിക്കുന്നു. ഭക്തജന പ്രവാഹമാണ്. രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഭക്തജനങ്ങളെയാണ് വൃശ്ചിക മാസത്തിൽ നമ്മൾ കണ്ടത്. ഇടമുറിയാതെ സന്നിധാനത്തേക്ക് ശരണം വിളികളോടെ ഒഴുകിയെത്തുന്ന ഭക്തജനങ്ങൾ. ആ ഭക്തജന പ്രവാഹത്തിന് ഈ ഒരു മാസത്തിനിപ്പുറവും മാറ്റമില്ല എന്നുള്ളതാണ് ഈ ധനുമാസ പുലരിയിൽ സന്നിധാനത്ത് നിന്ന് കാണുന്ന കാഴ്ച. ഫ്ലൈ ഓവറും നടപ്പന്തലുമെല്ലാം ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഈ കാഴ്ച തന്നെയാണ് ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് സന്നിധാനത്ത് നിന്ന് കാണുന്നത്. അതിന് ഒരു മാറ്റവുമില്ല. എല്ലാ പുലർക്കാലവും ഇങ്ങനെ തന്നെയാണ്, എല്ലാ മണിക്കൂറുകളും ഇങ്ങനെ തന്നെയാണ്. ശരണമന്ത്രം മുഖരിതമായി സന്നിധാനത്തേക്ക് അയ്യപ്പനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഭക്തജനങ്ങൾ ഒഴുകിയെത്തുകയാണ്. അത് പമ്പയിൽ നിന്നും നേരിട്ട് കയറിയെത്തുന്ന ഭക്തജനങ്ങളെക്കാൾ ഭക്തജനങ്ങൾ, ഒപ്പം കാനന പാതകളിലൂടെ എത്തുന്ന ഭക്തജനങ്ങൾ, ഇങ്ങനെ വിവിധ വഴികളിലൂടെ സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ ഇത്തവണ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ വർധനവുണ്ട് എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രത്യേകത. കഴിഞ്ഞ വർഷം ഈ ഒരു മാസക്കാലയളവിനിടയിൽ ഒരു 21 ലക്ഷം ഭക്തജനങ്ങളാണ് സന്നിധാനത്ത് ദർശനം നടത്തിയെങ്കിൽ ഇത്തവണ അത് 25 ലക്ഷത്തിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഈ കാലയളവിനുള്ളിൽ, ഒരു മാസത്തിനുള്ളിൽ ദർശനം നടത്തിയ ഭക്തജനങ്ങളുടെ എണ്ണം എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രത്യേകത. ഡിസംബർ 14 വരെയുള്ള കണക്ക് 25 ലക്ഷത്തിന് മുകളിൽ ഇതുവരെ ഭക്തജനങ്ങൾ ദർശനം നടത്തി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സത്രം പുൽമേട് പാതയിലൂടെയും എരുമേലി അഴുത പാതയിലൂടെയും എത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഇത്തവണ ഉണ്ട്. 1 ലക്ഷത്തിന് മുകളിൽ ഭക്തജനങ്ങളാണ് ഡിസംബർ 14 വരെയുള്ള കണക്ക് പ്രകാരം കാനന പാതകളിലൂടെ സന്നിധാനത്തേക്ക് എത്തിയത്. എരുമേലി അഴുത പാതയിലൂടെ 1500-നും 3000-നും ഇടയിൽ ഭക്തജനങ്ങൾ ഒരു ദിവസം സന്നിധാനത്തേക്ക് എത്തുമ്പോൾ സത്രം പുൽമേട് പാതയിലൂടെ 5000-നും 6000-നും ഇടയിൽ ഭക്തജനങ്ങളാണ് ഒരു ദിവസം സന്നിധാനത്തേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഇത്തവണത്തെ കണക്ക്. വനം മേഖലകളിൽ വനം വകുപ്പ് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സത്രം പുൽമേട് പാതയിലൂടെ ഉച്ചയ്ക്ക് 12 മണി വരെയാണ് ഭക്തജനങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. കുഞ്ഞയ്യപ്പന്മാർ, കുഞ്ഞു മാളികപ്പുറങ്ങളൊക്കെ ധാരാളമായി എത്തുന്ന ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞ ഒരാഴ്ച. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഉണ്ടായ മറ്റൊരു വ്യത്യാസം വാരാന്ത്യങ്ങളിൽ തിരക്ക് കുറയുകയും തിങ്കൾ, ചൊവ്വ തുടങ്ങി പ്രവൃത്തി ദിവസങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതുമാണ്. ഇന്ന് വലിയ തിരക്ക്, ചൊവ്വാഴ്ചയാണ്, ഇന്നലെയും വലിയ തിരക്ക് അനുഭവപ്പെട്ടു. 1 ലക്ഷത്തിനടുത്ത് ഭക്തജനങ്ങൾ സന്നിധാനത്ത് ദർശനം നടത്തി. കഴിഞ്ഞ ആഴ്ചയും സമാനമായ കാഴ്ച. വാരാന്ത്യത്തിൽ തിരക്ക് കുറയുകയും പിന്നീട് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുകയും ചെയ്തു. സമാനമായ അവസ്ഥ തന്നെയാണ്, സാഹചര്യം തന്നെയാണ് ഈ വാരത്തിലും ഉള്ളത്. ഇനി ഡിസംബർ അവസാന വാരത്തോടുകൂടി തിരക്ക് വർദ്ധിക്കുന്നതിനുള്ള ഒരു സാധ്യത വിലയിരുത്തുന്നുണ്ട്. ഇനി അവധിയുടെ ദിവസങ്ങളാണ്. ക്രിസ്മസ് അവധിയൊക്കെയായി ബന്ധപ്പെട്ട് കുഞ്ഞയ്യപ്പന്മാരെയും ഒക്കെയായി ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നതിനുള്ള സാധ്യത ഇനിയുള്ള ദിവസങ്ങളിൽ വിലയിരുത്തുന്നു. ഒപ്പം തന്നെ മണ്ഡലപൂജയിലേക്ക് കിടക്കുകയാണ്. മണ്ഡലപൂജയുമായി ബന്ധപ്പെട്ടുള്ള ദിവസങ്ങളിൽ തിരക്ക് അനുഭവപ്പെടുന്നതിനുള്ള സാധ്യത വിലയിരുത്തുന്നു. ഡിസംബർ അവസാന മാസത്തോടെ മല കയറണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഡിസംബർ 23-ന് മുന്നേ കയറണം. അതായത് 23 മുതൽ അങ്ങോട്ട് ക്രിസ്മസ് അവധിയാണ്. അങ്ങനെയാണ് കൃഷ്ണരാജ്. വലിയ തിരക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നു. ദേവസ്വം ബോർഡും പോലീസും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. കുഞ്ഞയ്യപ്പന്മാരുമൊക്കെ ഇനി ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ ഒരുപക്ഷെ ഈ ക്രിസ്മസ് അവധിയുടെ സമയത്ത് എത്തുന്നതിനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നുണ്ട്. ഒപ്പം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ഡിസംബർ 23-ന് തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെടുന്നു. ഡിസംബർ 26-ാം തീയതി വൈകിട്ട് സന്നിധാനത്ത് എത്തും. മണ്ഡലപൂജ കണ്ടു തൊഴുന്നതിനുമൊക്കെയായിട്ട് ആ ദിവസങ്ങളോടനുബന്ധിച്ച ദിവസങ്ങളിൽ കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നതിനുള്ള സാധ്യത. ഒപ്പം കാനനപാതയിലൂടെ ജനുവരി ആദ്യം മുതൽ കൂടുതൽ ഭക്തർ എത്തുന്നതിനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു. കാരണം മുൻ വർഷങ്ങളിലൊക്കെ മലയാളികൾ കൂടുതലായി ഈ ജനുവരി മാസത്തിലാണ് കാനനപാതകളിലൂടെ, സത്രം പുൽമേട് പാതയിലൂടെ വ്രതശുദ്ധിയോടുകൂടി, കഠിന വൃദ്ധത്തോടുകൂടി കൂടുതൽ ദിവസം വ്രതമെടുത്ത് കാനനപാതകളിലൂടെ, പരമ്പരാഗത പാതകളിലൂടെയൊക്കെ ജനുവരി ആദ്യ വാരത്തോടുകൂടി എത്താറുണ്ട്. അപ്പോൾ തീർത്ഥാടനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ, മകരവിളക്ക് തീർത്ഥാടനത്തേക്ക് കടക്കുമ്പോൾ ആ ജനുവരി മാസത്തിലും തുടക്കത്തിൽ തന്നെ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. മുൻ വർഷങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടത് മകരവിളക്ക് തീർത്ഥാടന കാലയളവിലായിരുന്നു. പക്ഷേ ഇത്തവണ മണ്ഡലകാലം തുടങ്ങിയ
അത് ആദ്യ ദിവസം മുതൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മകരവിളക്ക് തീർത്ഥാടന കാലത്തും വലിയ തിരക്ക് ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി തീർത്ഥാടനത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് സന്നിധാനത്തെ ആ തിരക്ക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തലുകൾ ദേവസ്വം ബോർഡും പോലീസും എല്ലാം നടത്തുകയും ചെയ്യുന്നത്. കുഞ്ഞു മാളികപ്പുറങ്ങൾ, കുഞ്ഞു അയ്യപ്പന്മാരൊക്കെ ഈ കാലയളവിൽ തന്നെ ഈ ഒരാഴ്ച തന്നെ കൂടുതലായി എത്തുന്ന കാഴ്ച. ഒപ്പം അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഈ ഒരു ആഴ്ച, കഴിഞ്ഞ ആഴ്ച ഉണ്ടായത്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മലയാളികളുടെ എണ്ണത്തിൽ നേരിയ കുറവ് അനുഭവപ്പെട്ടപ്പോൾ മലയാളികളെക്കാൾ കൂടുതൽ എന്ന് തോന്നിപ്പിക്കും വിധമാണ് അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ സന്നിധാനത്തേക്ക് എത്തിയത്. ഇപ്പോൾ നമ്മൾ ഫ്ലൈ ഓവറിൽ നിന്നുള്ള കാഴ്ചയാണ് കാണുന്നത്. സോപാനത്തിനടുത്തേക്ക് നീങ്ങുന്ന ഭക്തജനങ്ങളാണ്. അയ്യപ്പ ദർശനത്തിന് കേവലം നിമിഷങ്ങൾ മാത്രമുള്ള ഭക്തജനങ്ങളാണ്. ഇവരിൽ ഭൂരിഭാഗവും, ഇവരുടെ എണ്ണം നോക്കിയാൽ ഒറ്റനോട്ടത്തിൽ ഇവരിൽ ഭൂരിഭാഗവും അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അയൽ സംസ്ഥാന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുള്ള ഒരു കാലയളവാണ് ഇത് എന്നുള്ളതാണ്. നടപ്പന്തലും ഫ്ലൈഓവറും എല്ലാം രാവിലെ തന്നെ ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞു. തിരക്ക് കൂടുന്ന ഘട്ടങ്ങളിൽ മുൻപത്തെ എന്ന പോലെ, നേരത്തെയുള്ള ദിവസങ്ങൾ എന്ന പോലെ മരക്കൂട്ടം മുതൽ ക്യൂ ക്രമീകരിച്ചുകൊണ്ട് ബാച്ചുകളായി തിരിച്ചുകൊണ്ടാണ് ഭക്തജനങ്ങളെ മുന്നോട്ട് നീക്കുന്നത്. ചില ഘട്ടങ്ങളിൽ, തിരക്ക് കൂടുന്ന ഘട്ടങ്ങളിൽ മരക്കൂട്ടം മുതൽ ഭക്തജനങ്ങൾക്ക് ക്യൂ നിൽക്കേണ്ട സാഹചര്യം, കുറച്ച് അധികം സമയം കാത്തു നിൽക്കേണ്ട സാഹചര്യം. അങ്ങനെ നടപ്പന്തൽ വരെ ആ ക്യൂ നീളുന്നു. അത് തിരക്ക് കൂടുന്ന മണിക്കൂറുകളിലാണ്. പിന്നീട് 18-ാം പടി കയറി ഫ്ലൈ ഓവറിലേക്ക് എത്തുമ്പോഴും തിരക്ക് കൂടുന്ന സാഹചര്യങ്ങളിൽ ഫ്ലൈ ഓവറിലെ ക്യൂ സാവധാനമാണ് മുന്നോട്ട് നീങ്ങുന്നത്. 18-ാം പടിയിൽ നിന്നും മിനിറ്റിൽ ഇപ്പോഴും 60 മുതൽ 70 ഭക്തജനങ്ങളെയാണ് മിനിറ്റിൽ കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് 80-ന് മുകളിൽ ആക്കുന്നതിനുള്ള ശ്രമങ്ങളും അവിടെ ഡ്യൂട്ടിയിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ, പോലീസ് അയ്യപ്പന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. നിലയ്ക്കലിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ ഈ മണ്ഡലകാലം ആരംഭിച്ചപ്പോൾ മുതൽ പോലീസും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരുമൊക്കെ പിന്തുടരുന്ന ഒരു മാർഗം, സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള ശ്രമം, അത് നിലയ്ക്കലിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. ആ ഒരു രീതി തന്നെയാണ് ഇപ്പോഴും സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി അവലംബിക്കുന്നത്. നിലയ്ക്കലിൽ നിയന്ത്രണങ്ങൾ മണ്ഡലകാലത്തെ ആഘോഷങ്ങൾ തുടരുന്നതിനിടെ ധനു ഒന്നാണെന്ന് ഭക്തജനങ്ങൾ കൂടുതലായി എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു ദിവസം. ഇന്നലെയും 1 ലക്ഷത്തിനടുത്ത് ആളുകൾ സന്നിധാനത്തെത്തി തൊഴുത് മടങ്ങി. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.